ഇവിടെയാ പല മുസ്ലിമീങ്ങളും കുടുങ്ങിപ്പോകുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് എന്താ ഈ കബായിർ, വൻപാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹറാമാണ് ഒരു വിഷയമെന്ന് പറഞ്ഞതിന് നാളെ പരലോകത്ത് ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കബായിറാണ്, വൻപാപമാണ്. അതുപോലെ തന്നെ അള്ളാഹുവും റസൂലും വിലക്കിയിട്ടുള്ള ഒരു ഹറാമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ദുനിയാവിൽ വെച്ച് ചെയ്താൽ ഇവിടെ ഒരു ഹദ്ദുണ്ട് എന്ന് പറഞ്ഞ കാര്യം, ഒരു ശിക്ഷയുണ്ട് ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്ന് ശരീഅത്തിലൂടെ നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വൻപാപങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹുവും റസൂലും ലഅനത്ത് ചൊല്ലിയിട്ടുള്ള, ശപിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ വൻപാപങ്ങളാണ്. ആ വൻപാപങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ കൊണ്ട് പ്രേരിപ്പിക്കും ശൈത്താൻ. സഹോദരങ്ങളെ, ഇത്തരം ആളുകൾ അവർ നരകത്തിലുണ്ടാകും. അത്തരം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പിടികൂടും. അവർ നരകത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ നരകവാസികളായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് ഇവരോട് ചോദിക്കും, നിങ്ങൾ വലിയ നന്മയൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ നടന്ന ആളുകളല്ലേ, നിങ്ങൾ എന്തപ്പോ നമ്മളെ കൂടെ ഇവിടെ, നിങ്ങൾ ഇസ്ലാമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നതല്ലേ, നിങ്ങളുടെ ഇസ്ലാം നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തില്ലേ എന്ന് അവർ ചോദിക്കും. അപ്പൊ അവർ പറയും, ഞങ്ങൾക്ക് ചില പാപങ്ങൾ ഉണ്ടായിരുന്നു, അതിനാൽ ആ പാപങ്ങൾ കൊണ്ട് ഞങ്ങൾ പിടിക്കപ്പെട്ടതാണ് എന്ന്. അങ്ങനെ അവർ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്ന്. അങ്ങനെ നരകത്തിലുള്ള അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആളുകളെ മുഴുവൻ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറയും, അവരെ സുജൂദിന്റെ അടയാളം കൊണ്ടാ തിരിച്ചറിയുക എന്ന്. ഈ ദുനിയാവിൽ അവർ നമസ്കരിച്ച ആളുകളാണ്. അപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നരകത്തിൽ പോകൂല എന്നുള്ളൊരു ധാരണ വേണ്ട. അവർ നിസ്കരിച്ച ആ സുജൂദിന്റെ അടയാളം കൊണ്ടാണ് അവരെ തിരിച്ചറിയുക. ബാക്കിയുള്ളതെല്ലാം നരകം തിന്നും. പക്ഷേ അതിന്റെ അടയാളം കൊണ്ട് തിരിച്ചറിഞ്ഞ് അവരെ പിന്നെ ഒരു മാവുൽ ഹയാത്ത്, അതായത് ഒരു ജീവജലം അവരിൽ ഒഴുക്കി അതിൽ നിന്നിട്ട് മുക്കീണ്ട് എടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഭംഗിയുള്ള ആളുകളായിട്ട് മാറും. അവരെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ആ സമയം സഹോദരങ്ങളെ, കാഫിറുകളായിട്ട് ആളുകൾ ഈ കാഴ്ച കാണും. അവർ ഈ കാഴ്ച കണ്ടാൽ അവർ പറഞ്ഞു പോകുമെന്ന, ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ പറഞ്ഞു പോകുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അറിയിച്ചിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ 1-2 ആയത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുക സഹാബത്തിന്. അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബി വഖുർആനിൻ മുബീൻ, വേദഗ്രന്ഥത്തിലെ അഥവാ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുർആനിലെ വചനങ്ങളാകുന്നു അവ. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, തങ്ങൾ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിലപ്പോൾ സത്യനിഷേധികൾ കൊതിച്ചു പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന ആയത്തുകൾ അവിടെ പാരായണം ചെയ്തു കൊടുത്തു എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഈ കബായിറായിട്ടുള്ള കാര്യങ്ങളെ തൊട്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വൻപാപങ്ങളായിട്ടുള്ള കാര്യങ്ങളെ അതിന് നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. കുറച്ചു കാലൊക്കെ ഇങ്ങനെ നരകത്തിൽ കിടന്ന് പിന്നെ അതിനുശേഷം നമുക്ക് സ്വർഗത്തിലേക്ക് പോകാലോ എന്ന് ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ വിശ്വാസം നമ്മൾ പല മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്കുണ്ട്. യഹൂദികൾക്കുള്ള ഒരു വാദമാണത്. ഞങ്ങളൊക്കെ അള്ളാന്റെ ആളുകളാണ്, ഇനി ഞങ്ങൾ നരകത്തിൽ പോകുകയാണെങ്കിൽ തന്നെ കുറച്ചു കാലൊക്കെ ഞങ്ങൾ നരകത്തിൽ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകും എന്ന് അവർ വാദിക്കാറുണ്ട്. ഇത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ഇതേപോലെയുള്ള ഒരു ചിന്ത മുസ്ലിമീങ്ങളെ പിടികൂടിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് തൗഹീദുള്ള ആളുകൾക്ക് തന്നെ വ്യഭിചരിക്കാനും ഭയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൗഹീദുള്ളവനെ, അള്ളാഹ് ഇതൊക്കെ എനിക്ക് പുറത്തു തരും, ഇനി അഥവാ നരകത്തിൽ കിടക്കുകയാണെങ്കിൽ കുറച്ചു കാലല്ലേ എന്നുള്ളത്. അവർക്ക് മദ്യപിക്കാനും പേടിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പലിശ ഭുജിക്കാൻ ഭയമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്താൻ പരലോകത്തെ കുറിച്ച് അവരെ മറപ്പിച്ചു കളയുകയാണ് എന്നർത്ഥം. എന്താ നരകം എന്ന് പറയുന്നത്? അത് നിസ്സാരായിട്ടുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ. നരകത്തിലുള്ള ഒരു വ്യക്തിയുടെ രൂപത്തെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 70 ഇരട്ടി ചൂടാണ് അവിടെ എന്ന് പറയുമ്പോൾ ആ 70 ഇരട്ടി ചൂട് ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു ശരീരം അവിടെ ഉണ്ടാകണ്ടേ? ആ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാ നരകത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലത്തിന്റെ വിസ്തീർണത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാ. മക്ക മുതൽ മദീന വരെയുള്ള സ്ഥലം ആവശ്യമാണ് എന്ന്. നമുക്ക് ഇരിക്കാൻ ഒരു കസാര മതി അല്ലേ? അവിടെ ഇരിക്കാൻ ഒരു വ്യക്തിക്ക് മക്ക മുതൽ മദീന വരെയുള്ള ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം ആവശ്യമാണ് എന്ന്. അയാളുടെ തോലിന്റെ കട്ടിയോ 3 ദിവസം ഒരു വഴിയാത്രകൻ സഞ്ചരിക്കാനുള്ള ദൂര ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാളുടെ പല്ലിന്റെ മോണ ഉഹുദ് മലയോളം ഉണ്ടാകുമെന്ന്.
എത്ര ഭീമാകാരമായിട്ടുള്ള ഒരു ശരീരവും ഒരു രൂപമായിരിക്കും അത്. അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് ഏൽപ്പിക്കുന്നത്. അങ്ങനെ നരകത്തിൽ കുറച്ചു കാലമൊക്കെ പോയി പിന്നെ അതിനുശേഷം സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളൊരു ചിന്തയല്ല മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഠിനമായിട്ട് അധ്വാനം ചെയ്യാനുള്ള ഒരു ഭൂമികയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ലോകം. അത് ആ പരലോകത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ഒരു ലോകത്തെക്കുറിച്ച് നമ്മളെ മറപ്പിച്ച് കളയും ശൈത്താൻ.